മാധവജിയെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത്, ഞാൻ പഠിച്ചു വന്നത് മുഴുവൻ അദ്ദേഹം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ വന്നതാണ്. എങ്കിലും ഒരു വാചകം കൊണ്ട് പറയുകയാണെങ്കിൽ, മാധവജി ഋഷി തുല്യനായ ഒരു ഗുരു സങ്കല്പം. ഇത് മാധവജിയിൽ മാത്രമാണ് ഞാൻ കാണുന്നത്. ഋഷീശ്വരന്മാർ അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ് കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത്. അവരത് കേട്ടുപിടിച്ചതല്ല, ഋഷീശ്വരന്മാരുടെ ഗുരുക്കന്മാർ അവർക്ക് പറഞ്ഞു കൊടുത്തതല്ല. സാക്ഷാത് അനുഭവേർ ദൃഷ്ടഃ ന ശ്രുതഃ ന ഗുരുദർശിതഃ ലോകാനാം ഉപകാരായ ഏതത് സർവം പ്രദർശിതം. പി പരമേശ്വർജി പറയുന്നത്, മാധവജിയുടെ മുമ്പിൽ പെട്ടുപോയാൽ, ആ കണ്ണിൻ്റെ മുമ്പിൽ പെട്ടാൽ ആ കൺവെട്ടത്ത് നിന്ന് അയാൾക്ക് രക്ഷപ്പെടാനാവില്ല. ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് ഈ മനുഷ്യൻ ആരാണ്? കുഞ്ഞോൽ മാഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കണ്ട സമയത്ത് മനസ്സിലാക്കിയിട്ടുണ്ട് മാധവജി. ഇദ്ദേഹത്തിന് വലിയൊരു പുരസ്കാരം കിട്ടുവാനിരിക്കുന്നു. പറവൂർ ശ്രീധരൻ തന്ത്രിയെ കണ്ട സമയത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്, വള്ളിക്കാവിലമ്മയിൽ നിന്നും ഒരു പുരസ്കാരം ഈ മനുഷ്യന് കിട്ടുവാനിരിക്കുന്നു. ഇതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ശ്രീധരൻ തന്ത്രികൾ എന്താണ് ചെയ്യേണ്ടത്? വിശാല ഹിന്ദു സമ്മേളനത്തിന് മുമ്പ് പാലക്കാട് മീറ്റിംഗ് കൂടിയ സമയത്ത് മാധവജി കുഞ്ഞോൽ മാഷിനെ ക്ഷണിച്ചു, പോയില്ല. പിറ്റേ ദിവസം കുഞ്ഞോൽ മാഷിൻ്റെ വീട്ടിൽ വരികയാണ്. ആ സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്നില്ല. എഴുത്തെഴുതി വെച്ച് പോവുകയാണ്. എറണാകുളം കാര്യാലയത്തിലേക്ക് അങ്ങ് വരണം, ചില കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട്, നാളെ തന്നെ വരികയാണെങ്കിൽ അത്രയും നല്ലത്. ഈ കത്ത് വായിച്ച സമയത്ത് ഇദ്ദേഹത്തിന് പോകാതിരിക്കാൻ പറ്റുന്നില്ല. ഇതൊരു ഭയങ്കര ആജ്ഞാശക്തിയാണ്. ഇതെങ്ങനെയാണ് ഈ ആജ്ഞ പ്രവർത്തിക്കുന്നത്? ആ വിശാല ഹിന്ദു സമ്മേളനത്തിൽ നടന്നത് ഗണപതി ഹോമം എന്നിവിടെ പറഞ്ഞു രാജേട്ടൻ. ഇവിടെ ശ്രീധരൻ തന്ത്രി മുഖ്യ കാർമ്മികത്വമാണ്, സൂര്യകാലടി പരികർമ്മിയാണ്. ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് രണ്ടുപേരും അത് അംഗീകരിക്കുകയാണ്. ഗുരുവായൂര് തന്ത്രശാസ്ത്ര സെമിനാറും ജ്യോതിശാസ്ത്ര സെമിനാറുമാണ് വിഷയം. 1966 മാധവജി ഞങ്ങളുടെ വീട്ടിൽ വരുന്നത്. ആദ്യം കണ്ട സമയത്ത് തന്നെ ഈ ശ്രീധരൻ തന്ത്രി ആരായിരിക്കണം എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വർഷത്തിന് ശേഷമാണ് വീണ്ടും കണ്ടുമുട്ടുന്നത്. എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ RSSുമായി ബന്ധപ്പെട്ടൊരു വ്യക്തിയായിരുന്നു, ഗംഗാധര ശാസ്ത്രികൾ. അദ്ദേഹമാണ് മാധവജിയെ വീട്ടിൽ കൊണ്ടുവരുന്നത്. ഒരു വർഷത്തിന് ശേഷം കണ്ടുമുട്ടിയ സമയത്ത് രണ്ടുപേരും ശാസ്ത്രീയമായിരിക്കുന്ന പ്രമാണങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് വാദപ്രതിവാദമാണ്. അവസാനം രണ്ടുപേരുടെയും അറിവിൻ്റെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പെട്ടെന്ന് ഇടിവെറ്റേറ്റതുപോലെ രണ്ടുപേരും പത്തി താഴ്ത്തി. പരസ്പരം ബഹുമാനം രണ്ടുപേർക്കും ഉണ്ടായി. അങ്ങനെയുള്ളൊരു ആത്മബന്ധമാണ്. ആ ആത്മബന്ധത്തിൻ്റെ ഒരു ഉദ്ധരണമാണ് ഈ പുരസ്കാരങ്ങൾ അച്ഛന് കിട്ടിയത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞായറാഴ്ച ദിവസമായിരുന്നു എന്നതാണ് എൻ്റെ ഓർമ്മ. തന്ത്രശാസ്ത്ര കാഞ്ചീകാമകോട്ടി പീഠം, അനവധി തമിഴ് പണ്ഡിതന്മാരും കേരളത്തിലെ പുതുമന, പുല്ലാമൊഴി മുതലായ കൽപ്പുഴ മുതലായ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരും വേദിയിലിരിക്കുന്നുണ്ട്. ശ്രീധരൻ തന്ത്രി എന്തായാലും അതിന് വന്നിരിക്കണം. മാധവജിയുടെ ഒരു ആജ്ഞയാണത്, അനുസരിക്കാതെ പറ്റില്ല. അതൊരു ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച അച്ഛൻ ഒരു സ്ഥലത്തും പോകില്ല. ജ്യോതിശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ദക്ഷിണ കൂടുതൽ കിട്ടുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച. അങ്ങനെ അച്ഛൻ പോകാറില്ല. വന്നിരിക്കണം, ആജ്ഞയുടെ മുമ്പിൽ അച്ഛന് പോകേണ്ടി വന്നു. അങ്ങനെ ജ്യോതിശാസ്ത്ര സെമിനാറിൽ സ്വസ്തിക പത്മത്തെക്കുറിച്ച്, നിങ്ങൾ ജ്യോതിശാസ്ത്രം കേരളത്തിൽ സമ്പ്രദായം ആചരിക്കുന്നതിൽ ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച്, ആ പത്മത്തെക്കുറിച്ച് എന്തെങ്കിലും പ്രമാണം നിങ്ങൾക്ക് പറയുവാനുണ്ടോ? അനവധി ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാർ ആരും അതിന് പ്രമാണം പറഞ്ഞില്ല. അച്ഛനാണ് പ്രമാണം പറഞ്ഞത്. ഉച്ചയ്ക്ക് ശേഷം തന്ത്രശാസ്ത്ര സെമിനാറിൽ നിങ്ങളുടെ ഷഡാധാര പ്രദേശത്തെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയുവാനുള്ളത്? തമിഴ് പണ്ഡിതന്മാർ ഒന്നും പറയുന്നില്ല. കേരളത്തിലെ തന്ത്രവിശിഷ്ടന്മാരായിരിക്കുന്നവരും പ്രമാണം പറയുന്നില്ല. എല്ലാം വിശദീകരിച്ച് അവർ പറയുന്നുണ്ട്.
ഇതിന് എന്തെങ്കിലും പ്രമാണമുണ്ടോ എന്ന് SNDP തന്ത്രി പറയുമോ? അച്ഛൻ വേദിയിലല്ല, സദസ്സിലാണ്. അച്ഛൻ കൈപൊക്കി. ആധാര പ്രസ്തര കുംഭ പീഠഞ്ച കമഠത്രയം കമഠം തഥ. 2 പാഠഭേദമുണ്ട് പ്രമാണത്തിന്. ഇത് പറഞ്ഞ സമയത്ത് കാഞ്ചി കാമകോട്ടി പീഠ സ്വാമികൾ SNDP പുരോഹിതൻ ഇങ്ങോട്ട് വരൂ, വേദിയിൽ നിന്ന് സംസാരിക്കൂ എന്ന് പറഞ്ഞു. വിശദമായിട്ട് ഷഡവർജ പ്രതിഷ്ഠയെ പറ്റി അച്ഛനവിടെ വിശദീകരിച്ചു. ഇത് കേരള സമ്പ്രദായമാണ്. ഇതിനുശേഷം എല്ലാവരെയും പൊന്നാട അണിച്ച് സ്വീകരിച്ച ശേഷം കാഞ്ചി കാമകോട്ടി പീഠം അതിൻ്റെ സംഘാടകരോട് ചോദിക്കുകയാണ്, ഒരു പൊന്നാട ബാക്കി ഉണ്ടാകുമോ? എന്തിനു വേണ്ടിയാണ്? ആ SNDP പുരോഹിതനാണ് കൊടുക്കണം. അദ്ദേഹം പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ് ഈ പൊന്നാട എൻ്റെ പിതാവിന് കിട്ടുന്നത്. ഇങ്ങനെ കിട്ടിയെന്ന് അറിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം മുതൽ ആളുകൾ വിളിക്കാൻ തുടങ്ങി, ഈ പൊന്നാടയിൽ പൊന്നുണ്ടോ, സ്വർണ്ണമുണ്ടോ? പൊന്നാട എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യമായിട്ട് കിട്ടുന്ന ഒരു പൊന്നാട. ഇതിൻ്റെ സൂത്രധാരൻ മാധവജിയായിരുന്നു. ഈ ശ്രീധരൻ തന്ത്രിയെക്കുറിച്ച്, ഈ തന്ത്രിക്ക് എന്താണ് ഹിന്ദു സമുദായത്തിൽ ചെയ്യുവാനുള്ളത്, ഈ വ്യക്തിയെ കണ്ട സമയത്ത് മാധവജിക്ക് മനസ്സിലായി. അങ്ങനെ മാധവജിയും അച്ഛനും കാഞ്ചി കാമകോട്ടി പീഠവും കൂടി ഒരു മീറ്റിംഗ് കൂടുകയാണ്. നിങ്ങളുടെ SNDP ക്ഷേത്രങ്ങളിൽ വ്യത്യസ്തമായ ആചാരങ്ങളാണ്. അത് നമ്പൂരി സമുദായത്തിൽപ്പെട്ട ആചാരങ്ങളല്ല ചെയ്യുന്നത്. ഇതിനൊരു ഏകീകരണം ആവശ്യമാണ്. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ മാധവജി തന്നെയാണ് ഇതിൻ്റെ പരിഹാരങ്ങൾ പറയുന്നത്. നമ്മൾ SNDP കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ മേൽശാന്തിമാരെയും വിളിച്ച് ഒരു ശിബിരം നടത്താം. ആലുവ അദ്വൈതാശ്രമത്തിൽ അന്ന് യശശരീരനായ ഗോവിന്ദഭരതൻ, അഡ്വക്കേറ്റ് PEB മേനോൻ, ഇവരാണ് രക്ഷാധികാരികൾ. ഇത് ആര് പഠിപ്പിക്കും? അച്ഛൻ ചോദിച്ചതാണ് മാധവജിയോട്. ഈ SNDP പുരോഹിതന്മാരെ ഏത് ബ്രാഹ്മണ ശ്രേഷ്ഠനാണ് പഠിപ്പിക്കുന്നത്? അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് അഴകത്ത് ശാസ്ത്രശർമ്മ തിരുമേനി. എങ്ങനെയാണ് അദ്ദേഹം അത് പഠിപ്പിക്കുന്നത്? പൂർണ്ണ ദീക്ഷ കൊടുത്ത വ്യക്തിയാണ്. മാധവജിയിൽ നിന്നാണ് ശാസ്ത്രശർമ്മ തിരുമേനി ദീക്ഷ കിട്ടിയിരിക്കുന്നത്. ഗുരു പറഞ്ഞാൽ ശിഷ്യനെ അനുസരിക്കാതെ പറ്റില്ല. ഈ ദീക്ഷ ദൃഗ്ദീക്ഷയാണ് അന്ന് അവിടെ സംഭവിച്ചത്. വിശാല ഹിന്ദു സമ്മേളനത്തിൽ പരികർമ്മി, മേൽശാന്തി 2 പേരും ശിഷ്യന്മാരായിരുന്നു. ആ കണ്ണിൽ കൂടി ദീക്ഷ കിട്ടിയ സമയത്ത് എന്താണ് സംഭവിച്ചത്? ജാതിഭേദമെന്ന വിദ്യതേ. ദീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ജാതിഭേദമില്ല. ഇത് അബ്രാഹ്മണനാണല്ലോ സൂര്യകാലടി, ബ്രാഹ്മണനാണ് സൂര്യകാലടി, അബ്രാഹ്മണനാണ് ശ്രീധരൻ തന്ത്രി. ദീക്ഷാസംസ്കാര സമ്പന്നെ ജാതിഭേദമെന്ന വിദ്യതേ. ഇങ്ങനെയാണ് ഈ മാധവജിയുടെ ഒരു ശക്തി. ഋഷീശ്വരന്മാർ അവരുടെ കുണ്ടലിനി ശക്തിയെ ഉണർത്തി ഓരോ ആധാരചക്രങ്ങളിലും വിശ്രമിപ്പിച്ച് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് പോലെയാണ് മാധവജി കണ്ടുപിടിച്ചത്. ക്ഷേത്രചൈതന്യ രഹസ്യത്തിൽ ആ സിമ്പതറ്റിക് വൈബ്രേഷൻ തിയറി, മനുഷ്യ ശരീരവും ക്ഷേത്രശരീരവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, തനി ഫിസിക്സ് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് മാധവജി. 2 തുല്യ ഫ്രീക്വൻസിയുള്ള വീണകൾ 2 അടുപ്പിച്ച് വെച്ച് ഒരു വീണ മീട്ടിയതിന് ശേഷം മീട്ടിയ വീണ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ എട്ടാത്ത വീണ ശബ്ദിക്കുന്നുണ്ടായിരിക്കും. ശാസ്ത്രീയ പരീക്ഷണങ്ങളാൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. ഇത് മാധവജിയുടെ വാക്കാണത്. അതാണ് അനുരണന പ്രക്രിയ. ഇങ്ങനെയാണ് ആ ക്ഷേത്ര ശരീരത്തിലെ ശ്രീകോവിലുള്ള ചൈതന്യം, മനുഷ്യ ശരീരം, ഇത് 2 വീണകളാണ്. ഈ ചൈതന്യം ഇങ്ങനെയാണ് പ്രസരിക്കുന്നത് എന്ന് സയൻറ്റിസ്റ്റുമാർക്കും സാധാരണക്കാർക്കും തുല്യമായിട്ട് മനസ്സിലാക്കുന്ന തരത്തിലാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിന് ആധാരചക്രങ്ങളെ പറ്റി വിശദമായിരിക്കുന്ന വ്യാഖ്യാനമുള്ളത് മാധവജി മറ്റുള്ള ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കി എഴുതിയിട്ടുള്ളതല്ല. പര എന്ന് പറയുന്ന മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ശബ്ദം പര, പശ്യന്തി, മധ്യമ, വൈഖരി. അനാഹത് പത്മത്തിലാണ് ശബ്ദം കേൾക്കുന്നത്. അനാഹതാഖ്യോ ബഹുഭിപ്രകാരൈഹി അന്തഃപ്രവർത്തേത സദാ നിനാദഃ. വ്യക്തമായിട്ട് ക്ലാസ് എടുക്കാറുണ്ട്. ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് അനാഹതം എന്ന് പറയുന്ന ചക്രത്തിൽ അനാഹതം എന്ന് പറയുന്ന ശബ്ദം ഉണ്ടാകുന്നു. ആഹതം കൂട്ടിയടിക്കുന്നത്, അനാഹതം കൂട്ടിയടിക്കാതെ ശബ്ദം കേൾക്കുന്നത്. അത് ചെവിയിൽ കൂടിയല്ല, അതകത്ത് യോഗിമാർ കേൾക്കുന്ന ശബ്ദമാണ്. ഈ ശബ്ദം മാധവജി കേട്ടിട്ടുണ്ട്. പള്ളിക്കാവിൽ അമ്മയുടെ അവിടെ ഒരു ലളിതാ സഹസ്രനാമ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. മിഷൻ ട്രസ്റ്റിൻ്റെ വ്യാഖ്യാനം 46-ാമത്തെ ശ്ലോകത്തിലാണ്. ശിഞ്ചാനമണി മഞ്ജീര മണ്ഡിതശ്വരി പദാമുജ. ഇത് വ്യാഖ്യാനിക്കുന്ന സമയത്ത് അത് നോക്കിയാൽ ലളിതാ സഹസ്രനാമം മാലാമന്ത്രമായി ഇരുന്ന് ജപിക്കുന്നവർക്ക് ഈ നാമം വരുന്ന സമയത്ത് വിവിധ താളങ്ങളിലുള്ള ശബ്ദം ദീപികപ്പിച്ചു കൊടുക്കാറുണ്ട്.
ഈ ശബ്ദം ദേവതമാർ കേൾപ്പിക്കുന്നത് തന്നെ അനാഹത പത്മത്തിൽ കേൾക്കാൻ പറ്റുന്നു. അത് ആചാര്യസ്വാമികളും ഗുരുദേവനും വ്യക്തമായി മനസ്സിലാക്കിയിരുന്ന കാര്യങ്ങളാണ്. ഇതങ്ങനെ തന്നെ മാധവജി മനസ്സിലാക്കിയതിന് ശേഷമാണ് ആ ആജ്ഞ പ്രവർത്തിക്കുന്നുണ്ട്. അനാഹതപത്തിൽ ശബ്ദം കേൾക്കുന്ന സമയത്ത് 3:30 മണിക്ക് കുളി കഴിഞ്ഞ് 4 മണിക്ക് മാധവജി ജപം തുടങ്ങിക്കഴിഞ്ഞാൽ 6 മണിക്കൂറാണ് ജപം. ഇരുന്ന് ജപിക്കുന്ന സമയത്ത് ഒന്നും അനങ്ങുന്നില്ല. അച്ഛൻ പല പ്രാവശ്യം ചോദിക്കുന്നുണ്ട്, മാധവജി ഇതെങ്ങനെ മനസ്സിലാക്കി? ഈ രഹസ്യം മാധവജിയോട് ആര് പറഞ്ഞു തന്നു? തന്ത്രശാസ്ത്രം പ്രമാണസഹിതം അച്ഛൻ പറയുന്ന സമയത്ത് മാധവജിയോട് ചോദ്യം ചോദിക്കുന്ന സമയത്ത് മാധവജി മിണ്ടുന്നില്ല, മൗനം ദീക്ഷിച്ചിരിക്കുകയാണ്. രഹസ്യങ്ങൾ എൻ്റെ അച്ഛൻ്റെ ഗുരുനാഥൻ എൻ്റെ അച്ഛന് പറഞ്ഞു കൊടുത്ത രഹസ്യം മാധവജി പുറത്തേക്ക് പറയുന്നു. തന്ത്രശാസ്ത്രത്തിൽ രഹസ്യങ്ങൾ, ദേവദാസകൽപ്പങ്ങൾ, ഇതെങ്ങനെ മാധവജി മനസ്സിലാക്കി? ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുള്ളതാണ്. തന്ത്രി അത് മുഴുവൻ ഞാനത് വായിച്ച് മനസ്സിലാക്കിയതല്ല, ഞാനത് ധ്യാന മനനങ്ങളെ കൊണ്ട് കുറേ മനസ്സിലാക്കിയതാണ്. ക്ഷേത്ര ചൈതന്യത്തിൽ എഴുതി വച്ചിരിക്കുന്നത് മിക്കവാറും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഋഷി തുല്യനായിരിക്കുന്ന ഒരു ഗുരുവായിരുന്നു മാധവജി എന്നത്. ആ കാണുന്ന സമയത്ത് ഹിന്ദു സമുദായത്തിന് വേണ്ടി ഈ മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റും അത് മനസ്സിലാക്കിയിട്ട് ആ മനുഷ്യനെ വശീകരിക്കുകയാണ് സ്നേഹം കൊണ്ട്. ആ മനുഷ്യന് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്ത്, നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പറഞ്ഞു കൊടുത്തുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് സമുദായത്തിന്, ഇത് തലയിലേക്ക് കൊടുക്കുകയാണ്. അത് ആജ്ഞാചക്രത്തിൽ മാധവജിയുടെ കുണ്ടലിനി ശക്തി ആ ആജ്ഞാചക്രത്തിലേക്ക് കയറുന്ന സമയത്ത് എന്താണ് മഹർഷിമാർക്ക് സംഭവിക്കുന്നത്? ഏവം ഭൂതം ഏവം വർത്തതേ ഏവം ഭവിഷ്യതി. സദാശിവ സമാരംഭം സ്വഗുരു പരമഗുരു പരമേഷ്ടി ഗുരു പരാപര ഗുരു, അത് കഴിഞ്ഞ ശേഷമാണ് സാക്ഷാൽ ദക്ഷിണാമൂർത്തി ഗുരു. ഈ ഗുരുക്കന്മാർക്ക് നിന്ന് കിട്ടുന്ന ഒരു പരമ്പരയായിരിക്കുന്ന അറിവാണ് മഹർഷിമാർക്ക് കിട്ടിയിരിക്കുന്നത്. അത് തന്നെയാണ് മാധവജി കിട്ടുന്നത്. ഇപ്പം തന്നെ സ്വാമിജി പറഞ്ഞു, മാധവജി 1 മിനിറ്റ് കണ്ണടച്ചു എന്ന് പറഞ്ഞു. ഈ കണ്ണടച്ച സമയത്ത് മനസ്സിലാക്കി കഴിഞ്ഞു എന്താണ്. 1 മിനിറ്റ് കൊണ്ട് മാധവജി കണ്ണടച്ച സമയത്ത് ആജ്ഞാചക്രത്തിലേക്ക് കുണ്ടലിനി ശക്തി ഉണർത്തി എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ആ ആജ്ഞ കൃത്യമായിരിക്കുന്ന ആജ്ഞ ഗുരുക്കന്മാർ തരുന്നതാണ് മാധവജി നമുക്ക് പ്രാക്ടിക്കലാക്കി മാറ്റി തരുന്നത്. ഏവം ഭൂതം ഏവം വർത്തതേ ഏവം ഭവിഷ്യതി. അതിനുശേഷമുള്ള ആജ്ഞയാണ് ശിഷ്യന്റെ മുമ്പിൽ ഗുരു പറയുന്നത്, ത്വയാ ഇതപ്പരം ത്വയാ ഇത്തം ഭൂതം പ്രവർത്തവ്യം ഭവിതവ്യം. ശിഷ്യ, ഇന്നു മുതൽ നീ ഇപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത്. ഈ ഒരു അറിവാണ് ആ ഗുരുപരമ്പരയിൽ കൂടി ശിഷ്യനാകുന്ന മാധവജിക്ക് കിട്ടിയതിന് ശേഷം മാധവജി അത് പ്രാക്ടിക്കലാക്കി നമുക്ക് തരുന്നത്. ഇത് വളരെ കുറച്ച് പേർക്ക് ഇത് ഉള്ളൂ. പള്ളിക്കാവിലമ്മ, ഒരു പരിധിവരെ ഡബിൾ ശ്രീ രവിശങ്കർ പുട്ടപ്പുറത്തെ സ്വാമി, ചെങ്ങാനന്ദ സ്വാമി, ചട്ടമ്പി സ്വാമി, വിരലിൽ എണ്ണാവുന്നവർക്ക് മാത്രമേ ഇങ്ങനൊരു അറിവ് കിട്ടിയിട്ടുള്ളൂ. ഇത് വ്യക്തമായി നമുക്കത് പ്രാക്ടിക്കലായി തരുന്ന ഒരു വ്യക്തിത്വമാണ് മാധവജിയിൽ ഞാൻ കാണുന്നത്. സമയം പരിമിതിയുള്ളതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. പറയുവാൻ ആഗ്രഹിച്ചു വന്നതിൽ 10 അംശം മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.